ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. ആലപ്പുഴ ജിംഖാന. ആലപ്പുഴ ജിംഖാന കണ്ടുവന്നിരിക്കുകയാണ്. ആദ്യം തന്നെ സിനിമയുടെ റിവ്യൂയിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ നമ്മൾ പ്രധാനമായും പറയുന്ന രണ്ട് നെഗറ്റീവ് അത് ആദ്യം പറയാം. ഓക്കെ, നെഗറ്റീവ് പറഞ്ഞിട്ട് തുടങ്ങാം. ഓക്കെ, ഇതിൻ്റെ പ്രധാന നെഗറ്റീവായി ഞങ്ങൾക്ക് തോന്നിയത് രണ്ടുപേർക്കും ഒരുപോലുള്ള അഭിപ്രായമാണ്. അതായത് നസ്ലൻ്റെ ക്യാരക്ടറിന് പ്രാധാന്യം കുറഞ്ഞു പോയ പോലെ ഒരു ഫീലുണ്ട്. നമ്മൾ പോയത് നസ്ലൻ സിനിമ കാണാൻ വേണ്ടിയിട്ടായിരുന്നു, പക്ഷേ നസ്ലന് അത്രക്കും പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുള്ള തോന്നൽ വന്നിട്ടുണ്ട്. ഖാലിദ് റഹ്മാന്റെ സിനിമക്ക് പോയി കഴിഞ്ഞാൽ ഈ നിരാശ വരില്ല. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഖാലിദ് റഹ്മാന്റെ സിനിമക്കല്ല പോയത്, ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന നസ്ലൻ സിനിമയ്ക്ക് അങ്ങനെയാണ് പോയത്. അതുകൊണ്ടാണ് പറ്റിയത്. അവിടെ ഒരു നിരാശ ഉണ്ട്. പിന്നെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഒരു ആവറേജ് സ്ക്രിപ്റ്റ് ആണ്. ഖാലിദ് റഹ്മാൻ അതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു സ്ക്രിപ്റ്റിലൊന്നും വലിയ കാര്യമില്ല, മേക്കിംഗ് കൊണ്ട് സംവിധായകൻ പിടിക്കുന്ന ഒരു മേക്കിംഗ് സ്റ്റൈലുണ്ട്. അവരുടെ സംവിധാനം കൊണ്ട് സിനിമ വലിയ രീതിയിൽ കൊടുക്കാൻ പറ്റും, അത് മതി ഹിറ്റാക്കാൻ. ആ രീതിയിലുള്ളൊരു അപ്രോച്ച് തന്നെയാണ് ഇതിലുള്ളത്. അതായത് സ്ക്രിപ്റ്റിന് ആവറേജ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ, സ്ക്രിപ്റ്റ് അത്രേ ഉള്ളൂ. പക്ഷെ മേക്കിംഗ് കൊണ്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ആവറേജ് സ്ക്രിപ്റ്റ് എന്നുള്ളത് നിരാശ നൽകിയിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നിരാശ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സിനിമ പക്കയാണ് കേട്ടോ. മേക്കിംഗ് കൊണ്ടാണെങ്കിലും ഡയറക്ഷൻ കൊണ്ടാണെങ്കിലും. അതുകൊണ്ടാണ് ആളത് പറഞ്ഞത്. ആളപ്പുറത്ത് അത് ശരിയാക്കിയിട്ടാണ് കേട്ടോ ആളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ. അതായത് മേക്കിംഗ് കൊണ്ടും ഡയറക്ഷൻ കൊണ്ടും ആൾ വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ട്. അത് ആളുടെ ഒരു മറ്റേ ഇത് തന്നെ, എന്താ പറയാ, കഴിവ് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ആൾക്ക് അങ്ങനെ ഒരു പ്രത്യേക കഴിവ് വന്നിട്ടുണ്ട്. ലവിന്റെ സമയത്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ആവറേജ് സ്ക്രിപ്റ്റ് കൊണ്ട് സ്ക്രിപ്റ്റ് എപ്പോഴും നല്ലത് വേണം, അത് വേറെ കാര്യമാണ്. ഏതൊരു സിനിമയിലും അതിപ്പോ ആള് പറഞ്ഞതിനോട് നമ്മൾ യോജിപ്പുണ്ടെന്നല്ല കേട്ടോ അതിനുള്ള അർത്ഥം. അതായത് ആ ആള് പറഞ്ഞ ആ ഒരു കാര്യത്തില് അത് എതിർപ്പ് തന്നെയാണ്. ഏതൊരു സിനിമേന്റെയും അടിത്തറ എന്ന് പറയുന്നത് അതിന്റെ സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് വേണം, അതിനുശേഷമുള്ള ബാക്കിയല്ല. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഈ സ്ക്രിപ്റ്റിന്റെ എന്താ പറയാ, ദുർബല സ്ക്രിപ്റ്റ് കൊണ്ടും ഏത് രീതിയിൽ വേണമെങ്കിൽ സിനിമ എടുക്കാം എന്നുള്ളത് തെളിയിക്കുന്നുണ്ട്. അതെ, പല സംവിധായകരും അത് തെളിയിക്കുന്നു. അതിനുള്ള കഴിവ് എന്തായാലും ഖാലിദ് റഹ്മാൻ ഉണ്ട്. അത് തെളിയിക്കുന്ന സിനിമ കൂടിയാണ് ആലപ്പുഴ ജിംഖാന. എന്താണെങ്കിലും പല ക്ലീശേ സംഭവങ്ങളും തൂക്കി അടിച്ചിട്ടുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അതായത് നമുക്കിതിപ്പോൾ ഇങ്ങനെ എന്നുള്ള രീതിയിൽ തോന്നുന്ന കാര്യങ്ങൾ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അല്ലെങ്കിലും ഈ ക്ലീഷേ ബ്രേക്ക് ചെയ്യുന്ന സംഭവങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷനാണ് കിട്ടും. സത്യമായിട്ടും പല സിനിമകളിലും അങ്ങനത്തെ സാധനങ്ങൾ വരാറുണ്ട്. അതിപ്പോ മരണമാസത്തിലും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ അത് നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. മറ്റത് എന്താണെന്നറിയോ, ഇതിപ്പോ നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണല്ലോ, സ്ഥിരം കാണുന്ന സാധനമാണല്ലോ എന്നുള്ള തോന്നൽ വരും. ഈ ക്ലീഷേ ബ്രേക്കിംഗ് ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് പാളി പോകാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പോൾ മരണമാസിൽ നന്നായി വന്നതാണ് പറയുന്നത്. അതായത് നടി ഇപ്പൊ പറപ്പിക്കും എന്ന് തോന്നും, പക്ഷെ ചെന്നിട്ട് ചെയ്യുന്നത് വേറെ രീതി. അപ്പോൾ പറപ്പിച്ചിരുന്നെങ്കിൽ അത് സ്ഥിരം ക്ലീശ ആയനെ. അത് മാത്രമല്ല അവിടെ സംഭവിക്കാൻ പോകുന്നത്, അതായത് എന്തിനാണ് ആൾക്ക് അതിന് മുൻപ് അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്പ്രേ കൊടുത്തത് എന്നുള്ള ചോദ്യം വരും. ക്യാരക്ടറൈസേഷൻ ആ പ്രശ്നം വരും. അതുപോലെ പ്രശ്നങ്ങളില്ലാതെ ഏത് ക്ലീഷേ ബ്രേക്കിംഗ് ആണെങ്കിലും പക്ഷെ ആ കഥാപാത്രങ്ങളുടെ ആ ഒരു ആർക്കുണ്ടല്ലോ, അതിനൊന്നും സംഭവിക്കാത്ത രീതിയിൽ തന്നെയാണ് ക്ലീഷേ ബ്രേക്കിംഗ്. അത് രസമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഇതിനകത്ത് പല കോമഡി സീനും കുറച്ചുണ്ട്, കോമഡികളൊക്കെ. പക്ഷെ ചിലതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചിലതൊക്കെ ഒരു ആവറേജിൽ ഇങ്ങനെ ഒതുങ്ങിപ്പോയി. ബാക്കി അതെ, ചിലതൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കാനുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതില് പെർഫോം ചെയ്തിരിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ്. നമ്മൾ ആദ്യം നെസ്ലന്റെ കാര്യം പറഞ്ഞു. നെസ്ലന്റെ പെർഫോമൻസ് മോശം എന്നല്ല കേട്ടോ പറഞ്ഞത്, പെർഫോമൻസ് അടിപൊളിയാണ്. പ്രാധാന്യം കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇതിന് പ്രാധാന്യം കിട്ടിയിരിക്കുന്നത് ഗണപതിക്കാണ് കുറച്ച് കൂടുതലായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. അതെ, പിന്നെ ലുക്മാൻ പെർഫോമൻസ് ബേസിൽ ഇവരെല്ലാരും പൊളിയായിട്ടുണ്ട് കേട്ടോ. ലുക്മാനൊക്കെ ഗംഭീരമായിട്ട്. പിന്നെ ആളുടെ ശരീരം കൊണ്ട് തന്നെ ആളൊക്കെ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് കേട്ടോ സിനിമയ്ക്ക്. അത് ഓരോരുത്തരും അവരവരുടെ മാക്സിമം ചെയ്തിട്ടുണ്ട്. നിരാശി പറയുന്നതിൽ അതുണ്ട്. അതായത് ഇത്രയും നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് ആൾക്കൊരു ഹീറോ എന്നുള്ള രീതിയിൽ അതാണ് കുറച്ച് പരിഗണന കിട്ടിയിരുന്നെങ്കിൽ ഒന്നുകൂടെ, അതായത് നസ്ലൻ ഫാൻസ് എന്നുള്ള രീതിയിൽ മേ ബി ആൾക്കാർക്ക് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ കിട്ടിയാണ്. അതൊരു കുറവുണ്ട്. ഇത് ഇപ്പം എന്താണെന്നറിയോ, ഇന്നലെ കണ്ട സിനിമ അതായത് ബസൂക്ക, ഇന്ന് കണ്ട ആലപ്പുഴ ജിംഖാന, ഇതിന്റെ രണ്ടിന്റെ എഡിറ്റർ നമ്മുടെ നിഷാദ് യൂസഫ് ആയിരുന്നു. ആളാണ് ഇതിന്റെ എഡിറ്റ്. ഈ രണ്ട് സിനിമകളുടെ എഡിറ്റ്, ഇന്നലെ ഇറങ്ങിയ സിനിമകളുടെയും എഡിറ്റിങ് ഇപ്പോഴും നിഷാദ് യൂസഫ് ആയിരുന്നെങ്കിൽ ഈ രണ്ട് സിനിമയും വേറെ ലെവലായേനെ. അതായത് ഇപ്പോൾ ഉള്ളതിനേക്കാളും അപ്പുറത്തേക്ക് എത്തിയേനെ. ആലപ്പുഴ ജിംഖാന ഈ ലെവലിൽ എത്തിയിട്ടുണ്ട് ഇങ്ങനെ. പക്ഷേ
അതായത് ഡയറക്ടറിൻ്റെ വിഷൻ അതുപോലെ അറിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്ക് പണിയെടുക്കാൻ പറ്റുന്ന ഒരു എഡിറ്റർ ഉണ്ടെങ്കിൽ അത് ഏത് ലെവലിലേക്ക് പോകും എന്നുള്ളത് തല്ലുമാല കണ്ടതാണ്. അതിൻ്റെ എഡിറ്റിംഗ് രീതി കണ്ടതാണല്ലോ. അപ്പോൾ ആ ഒരു വിഷൻ മനസ്സിലാക്കി ചെയ്യുന്ന ഒരാളുടെ ഒരു കുറവുണ്ട്. ആ ആളും കൂടി ഇതിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇപ്പൊ നിൽക്കുന്നതിനേക്കാളും അപ്പുറത്തായിരുന്നു. സത്യം, ഇതിന്റെ അങ്ങനെ ഒരാളായിരുന്നു. അതായത് ഡയറക്ടർക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ച് ചെയ്തു കൊടുത്തോണ്ടിരുന്ന ഒരാളായിരുന്നു നിഷാദ് യൂസഫ്. ആളുടെ നഷ്ടം അതൊരു തീരാ നഷ്ടം തന്നെയാണ് കേട്ടോ. അവരുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇത് വേറെ ലെവലായനെ. ബസൂക്കയാണെങ്കിലും പല സമയത്തും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് അടിപൊളി ആയനേം എന്ന് തോന്നിയിരുന്നു. എന്തായാലും ഇതിൽ നസ്ലൻ്റെയും പെൺകുട്ടികളുടെയും ഒരു പ്രണയ, അതായത് ലോലാപ്പി പരിപാടികളുണ്ട്. അത് ഭയങ്കര രസമായിട്ട് ചില സമയങ്ങളിൽ ഫീൽ ചെയ്തു. അല്ലെങ്കിലും ഈ ലോലാപ്പി പരിപാടികളൊക്കെ കുറച്ച് രസമാണ്. അത് നന്നായി വന്നിട്ടുണ്ട്. യെസ്, ഇത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ ടെക്നിക്കലി ഉള്ള പരിപാടികളൊക്കെ സൂപ്പർബാണ് കേട്ടോ. ബ്രില്യൻ്റ് ആയിട്ടുള്ള, അതായത് ടെക്നിക്കലി മികച്ചു നിൽക്കുന്ന ഒരു സിനിമയാണ് എല്ലാം കൊണ്ടും. അത് സിനിമാറ്റോഗ്രാഫി ആയാലും എഡിറ്റിംഗ് ആയാലും. എഡിറ്റിംഗ് പക്ഷേ നിഷാദ് യൂസഫ് എന്നെങ്കിൽ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ആയതിനെന്ന് അഭിപ്രായം ഉണ്ടെങ്കിലും ഇത് മോശമാണെന്നല്ല കേട്ടോ. അപ്പോൾ എഡിറ്റിംഗ് വളരെ മികച്ചത് തന്നെയാണ്. പിന്നെ മ്യൂസിക് വളരെ മികച്ചതാണ്. അതാണ് പിന്നെ എല്ലാവരുടെയും നല്ല മികച്ച പെർഫോമൻസ്. മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി ഒക്കെ ഗംഭീരം തന്നെ ആയിട്ടുണ്ട്. സ്ക്രിപ്റ്റാണ് കുറച്ച് ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആള് പറഞ്ഞതുപോലെ തന്നെ സ്ക്രിപ്റ്റിന്റെ മുകളിൽ ആൾക്ക് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മേക്കിംഗ് കൊണ്ട്. അതെന്തായാലും ഒരു 80% വിജയിച്ചു എന്ന് തന്നെ പറയണം, മേക്കിംഗ് കൊണ്ട് പിടിക്കാൻ നോക്കിയത്. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സിനിമകൾ ശരിക്കും ന്യൂ ജനറേഷന് വേണ്ടി വരുന്ന, അല്ലെങ്കിൽ ന്യൂജൻ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വൈബിലുള്ള സിനിമയാണ്. അതായത് അവരുടെ ലക്ഷ്യം വെച്ച് അവരെ പരിഗണിച്ചുകൊണ്ട് ചെയ്യുന്ന സിനിമകളാണ് കൂടുതൽ ഇപ്പോ ഖാലിദ് റഹ്മാൻ ചെയ്യുന്നത്. ആ രീതിയിൽ പരിഗണിക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. എന്താണെങ്കിലും സിനിമ നമുക്ക് എബോവ് ആവറേജ് ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. എല്ലാവരും പോയി കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാ. പോവല്ലേ? അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. I'm about to go off like a weapon. Fuel to the top, got a filled up engine. In my thoughts, obsession. I will not stop, no, I'm never second guessing. I got a God complex. Haters love to hate, but I never feel pressed. Got a lot on my plate, but I never get stressed. I'll take all the pressure like I'm acing this test. Tear it up like I'm Jason. I see the world like it's ready for the taking. I see this place like a game I'm playing. Straight to the bank to collect my payments. No negotiations, it's my way, I was born impatient. And like a damn Freemason, I'll run this nation. They call me a